ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ 2 ദിവസമായി ലോകത്ത് നടക്കുന്ന മൊത്തം കാര്യങ്ങൾ ചുരുക്കവിവരം ഏകദേശം 1.5 മിനിറ്റ് വീഡിയോയിലേക്ക് പൂർണ്ണമായി പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രദ്ധിക്കണം. ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് 20.0 എന്നുള്ള ഒരു കരാർ കൊണ്ടുവരാണ്. ഈ കരാറിൽ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം, അതുപോലെ ബന്ദികളെ വിട്ടുനിൽക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കരാറിൽ ഉൾപ്പെടുത്തില്ല. ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, 2 പ്രശ്നങ്ങൾ രാജ്യം തമ്മിൽ ഇരുന്നിട്ടാണ് ഉണ്ടാക്കുക. ഇത് ട്രംപിന്റെ തന്നെയാകും കൂടെ ഒരു ബെഞ്ചിൽ വെക്കിയ കരാറാണ്. അതായത് ഹമാസിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കരാറാണ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ട്രംപ് നെതന്യാഹു അടങ്ങുന്ന ഈ ഒരു ടീം എല്ലാ കാലത്തും പറഞ്ഞു വരുന്നത് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്, അവർ ഇത്തരം സെറ്റിൽമെന്റുകൾക്കൊന്നും തയ്യാറല്ലാത്തതുകൊണ്ടാണ് യുദ്ധം വീണ്ടും തുടരേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ആ വാദത്തെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഹമാസ് ഈ കരാർ അംഗീകരിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ഈ കരാർ ഹമാസിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നെതന്യാഹു അല്ലെങ്കിൽ ലോകത്തുള്ള ആരും വിചാരിച്ചില്ല എന്ത് ഹമാസ് ഈ കരാറിനെ അംഗീകരിക്കും എന്നുള്ളത്. പക്ഷെ ഹമാസ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ കരാറിന് ഞങ്ങൾ സന്നദ്ധരാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു കരാറും പൊക്കിപ്പിടിച്ച് ഇവർ വരാനുള്ള കാരണം എന്താ പറയുക, ലോകത്തിന് മുമ്പിൽ നിന്നും ഇസ്രായേലും നെതന്യാഹുവിനും കിട്ടുന്ന വെറുപ്പിന്റെ ഭാഗമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ ടൂർണമെന്റിൽ കളിക്കാൻ ചെല്ലണം, നമ്മൾ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവർ നിങ്ങൾ കളിക്കണേ ഞങ്ങളില്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെയാണ് സ്പെയിന് പറഞ്ഞത്, അതായത് ഇസ്രായേലിന് യോഗ്യത കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കൂല എന്നുള്ളത്. അതേപോലെ നമ്മളൊരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, മുമ്പിലുള്ള ആളുകളൊക്കെ എണീറ്റ് പോയി നമ്മളെ മൂഡ് എങ്ങനെ ഉണ്ടാവും. അത്തരത്തിൽ അപമാനിതനായി ഫലസ്തീനുമായി ഒരു സംഖ്യ ഉണ്ടാക്കേണ്ടത് ലോകത്തിന് മുമ്പിൽ നമ്മളെ പ്രസ്റ്റീജ് വീണ്ടെടുക്കേണ്ട ആവശ്യമാണ്. ഇസ്രായേലിനും നെതന്യാഹുവിനും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അങ്ങനെ കരാർ ഉണ്ടാക്കാൻ തന്നെ കാരണം. 2023 UN വേദിയിൽ വെച്ചിട്ട് നെതന്യാഹു സംസാരിക്കുമ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഫലസ്തീൻ എന്ന് പറയുന്ന സെറ്റിൽമെന്റ് രാജ്യം അങ്ങനെ ലോകത്ത് ഞങ്ങൾ ഇല്ലാതെയാക്കും, അവരെ നമ്മളെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടായത്, അങ്ങനെ രാജ്യമേ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് 2025 ആയിരിക്കുമ്പോൾ സ്ഥിതി എന്താണ്? ഫലസ്തീനികളുടെ പോരാട്ട വീര്യത്തിന്റെ ഭാഗമായി ലോകം മൊത്തം, ഫലസ്തീനുകൾ മാത്രമല്ല ഇന്ന് ലോകം മൊത്തം നമ്മളെ ശ്വാസത്തിൽ വരെ ഫലസ്തീൻ എന്ന് പറയുന്ന ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഓരോ നാട്ടിലും ഓരോ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് ലോകത്തിന്റെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞു. ഫലസ്തീനികൾക്ക് ഇതിൽ പരം വിജയം വേറെ എന്തുണ്ട്? ഹമാസ് ഈ കരാർ അംഗീകരിച്ചതോടെ ലോകത്തിന്റെ മൊത്തം ഹെഡ്ലൈൻ ഹമാസ് ഈ കരാർ അംഗീകരിച്ചു എന്നുള്ള ട്രംപിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് ശേഷം ഇന്നലെ യുദ്ധം ഉണ്ടായി 7 പേര് മരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരിക്കലും നെതന്യാഹു യുദ്ധം നിർത്താൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടൊന്നുമല്ല, നെതന്യാഹുവിന്റെ സ്വന്തം ഭരണം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ വ്യക്തിപര താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധം നിലനിന്ന് പോകുന്നത്. ഹമാസ് 20.0 എന്നുള്ള കരാർ അംഗീകരിച്ചതോടെ ശരിക്കും ട്രാപ്പിലായിരിക്കുന്ന ട്രംപാണ്. ട്രംപിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഹമാസ് എടുത്തത് വലിയൊരു ചരിത്രപരമായ തീരുമാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മൾ എത്ര ആൾ മരണപ്പെട്ടു, മറ്റുള്ളവർ എത്ര പേരെ കൊന്നു എന്നുള്ളതല്ല. നമ്മൾ വിശ്വസിക്കുന്ന ആശയം അത് ലോകത്ത് മൊത്തം പടർന്ന് പന്തലിപ്പിക്കാൻ ഫലസ്തീൻ ജനതക്കായിട്ടുണ്ടെങ്കിൽ ഇതിനും